ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഷഫീത്ത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റ എങ്ങനെയാണ് എക്സലിൽ പ്രിപ്പയർ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്കിവിടെ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. കൺസ്യൂമേഴ്സിന്റെ നമ്പർ, കൺസ്യൂമർ നെയിം, ബിൽ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, പ്രീവിയസ് മീറ്റർ റീഡിങ്, കറണ്ട് മീറ്റർ റീഡിങ്, പിന്നെ മീറ്റർ റെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കൺസ്യൂമർ യൂണിറ്റ് കണ്ടുപിടിക്കണം, റേറ്റ് പെർ യൂണിറ്റ്, ചാർജ്, ടോട്ടൽ എമൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ യൂണിറ്റ് ആണ്. അതായത് ഓരോ കൺസ്യൂമേഴ്സും ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് എത്രയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുള്ളത് പ്രീവിയസ് മീറ്റർ റീഡിങ്ങും അതുപോലെ തന്നെ കറണ്ട് മീറ്റർ റീഡിങ്ങും ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് മീറ്റർ റീഡിങ്ങിൽ നിന്ന് മുന്നത്തെ റീഡിങ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർ യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടും. അതായത് ഇപ്പോഴത്തെ യൂണിറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പറയാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ ഈക്വൽ കൊടുക്കുക, എന്നിട്ട് നമ്മൾ കറണ്ട് മീറ്റർ റീഡിങ് സെലക്ട് ചെയ്യുക, ദെൻ മൈനസ് പ്രീവിയസ് മീറ്റർ റീഡിങ് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺസ്യൂമർ യൂണിറ്റ് കിട്ടി. അപ്പൊ ബാക്കിയുള്ളവരുടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫില്ല് പോയിന്റർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺസ്യൂമർ യൂണിറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് റേറ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പൊ റേറ്റ് പെർ യൂണിറ്റ് പറഞ്ഞാൽ ഓരോ കൺസ്യൂമർ യൂണിറ്റിന് അനുസരിച്ചിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടോ കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അതായത് 100ന്റെ താഴെയാണ്, ലെസ് ദാൻ 100 ആണെങ്കിൽ 2 ആണ് യൂണിറ്റ്, ലെസ് ദാൻ 200 ആണെന്നുണ്ടെങ്കിൽ 5 ആണ് യൂണിറ്റ്, ലെസ് ദാൻ 500 ആണെങ്കിൽ 7 ആണ് യൂണിറ്റ്, ഇനി ഗ്രേറ്റർ ദാൻ 500 ആണെങ്കിൽ 10 ആണ് യൂണിറ്റ്. അപ്പൊ നമുക്ക് ഇനി അതാണ് കണ്ടുപിടിക്കാനുള്ളത്. റേറ്റ് ആണ് കേട്ടോ, ഓരോ യൂണിറ്റിന് അനുസരിച്ചുള്ള റേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ റേറ്റ് ഇവിടെ വരണം. അപ്പൊ ഈ റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് ഓരോരുത്തരുടെയും കൺസ്യൂമർ യൂണിറ്റിന് അനുസരിച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം, റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരണം. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത് ഇഫ് ഫംഗ്ഷൻ ആണ്. അതായത് നമുക്കിവിടെ ഒരുപാട് കണ്ടീഷൻസും റിസൾട്ടും ഒരുമിച്ച് സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഇഫ് ഫംഗ്ഷൻ ആണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ ഈക്വൽ ഇഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ലോജിക്കലിൽ നമ്മളിവിടെ കൊടുക്കുന്നത് കൺസ്യൂമർ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ കൺസ്യൂമർ യൂണിറ്റ്, ദെൻ ലെസ് ദാന്റെ സിമ്പിൾ കൊടുക്കുക, 100 100 ആണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത് 2 ആണ്. 2 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇവിടെ ഇഫ് കൊടുക്കണം. അടുത്ത കണ്ടീഷന് വേണ്ടിയിട്ട് ഇഫ് വീണ്ടും കൺസ്യൂമർ യൂണിറ്റ് ലെസ് ദാൻ 200 200ന് താഴെ ആണെങ്കിൽ 5 ആണ് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടേണ്ടത്, 5 എന്ന് കൊടുക്കുക. ദെൻ അടുത്ത ഇഫ് ലോജിക്കലിൽ നമ്മൾ വീണ്ടും കൺസ്യൂമർ യൂണിറ്റ് ലെസ് ദാൻ 500ന് താഴെയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് 7 ആണ് റേറ്റ് ആയിട്ട് കിട്ടേണ്ടത്, 7 കൊടുത്തു. ഇനി 500ന് മുകളിലുള്ളതാണെങ്കിൽ എത്ര വേണം, 10 ആണ് റേറ്റ് വരേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അതിന്റെ മുകളിലേക്ക് പിന്നെ നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ അത് വാല്യൂ ഫോൾസ് ആയിട്ട് കൊടുത്താൽ മതി. അതിന്റെ മുകളിലുള്ളത് കംപ്ലീറ്റ് നമുക്ക് 10 ആണ് വരേണ്ടത്. 500ന്റെ മുകളിലുള്ളതിനൊക്കെ 10 എന്നാണ് വേണ്ടത്. അപ്പൊ അത് വാല്യൂ ഫോൾസിൽ നമ്മൾ 10 എന്ന് കൊടുത്താൽ മാത്രം മതി. ഇനി എത്ര ഇഫ് ഉണ്ട് നോക്കുക, അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് 2 ഇവിടെ 3 ഇഫ് ആണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്, 3 ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 250 ആണ് ഇവിടെ നമ്മളെ കൺസ്യൂമർ യൂണിറ്റ്. അപ്പൊ അവിടെ 7 വരും, അതായത് 500ന്റെ താഴെ. ഇനി ബാക്കിയുള്ളവരുടെ നമ്മളിവിടെ ഫില്ലാണ് കൊടുക്കുന്നത്. ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ യൂണിറ്റ് ഇവിടെ വന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ റേറ്റിന്റെ കൂടെ നമുക്ക് യൂണിറ്റ് എന്ന് വരണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതില് കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ടൈപ്പ് എന്നുള്ളടത്ത് ഇപ്പൊ ജനറൽ ആണ് അവിടെ എടുക്കുന്നത്, അവിടെ നമ്മൾ അത് മാറ്റിയിട്ട് യൂണിറ്റ് ആക്കണം. അപ്പൊ യൂണിറ്റിന് ഫുൾ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് ഷോർട്ട് ആയിട്ട് യൂട്ടിന്ന് മാത്രം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അപ്പൊ റേറ്റിന്റെ കൂടെ. അപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഒരു ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ അവിടെ കൊടുക്കുക, എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് യൂണിറ്റ് എന്നുള്ളത് കൊടുത്തു, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. ഇനി നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ്, അതായത് ഓരോ റേറ്റിന്റെ കൂടെ ഇത് വന്നിട്ടുള്ളത് കാണാം, യൂട്ടി എന്നുള്ളത് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചാർജ് ആണ്. അതായത് ഈ കൺസ്യൂമർ യൂണിറ്റിന് ഈ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ചാർജ് വരിക എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈക്വൽ കൊടുത്തു, എന്നിട്ട് കൺസ്യൂമർ യൂണിറ്റ് ഇൻറ്റു റേറ്റ് ആണ്
കൊടുക്കേണ്ടത്. റേറ്റ് കൊടുത്തിട്ടുണ്ട്, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജ് കിട്ടി. ഇനി ബാക്കിയുള്ളവരുടെ നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് പോയിന്റർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. ഇനി ഓരോരുത്തരുടെയും ഇലക്ട്രിസിറ്റി ബില്ല് ചാർജ് എത്രയാണെന്നുള്ള ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് മീറ്റർ റെന്റ് തന്നിട്ടുണ്ട്. എല്ലാ മാസവും നമുക്ക് വരുന്ന മീറ്റർ റെന്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ ആ 100 പ്ലസ് എന്ത് വരും, ചാർജ് വരും. അപ്പൊ നമ്മൾ ഈക്വൽ കൊടുത്തു, മീറ്റർ റെന്റ് പ്ലസ് ചാർജ് എൻ്റർ ചെയ്യുക. ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നമുക്ക് ഫില്ല് പോയിന്റർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. ഇനി ഇത് കറൻസി ഫോർമാറ്റിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കറൻസി ഫോർമാറ്റിക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതിൽ ഡോളർ ആണ് ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സിമ്പിൾ വന്ന് നമ്മൾ ഇന്ത്യൻ കറൻസി ആക്കി കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇന്ത്യൻ കറൻസി ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.